സാധാരണ ഈ പ്രമേഹമുള്ള ഒരു രോഗിക്ക് കുറേ നാൾ കഴിയുമ്പം സംഭവിക്കുന്നത് വെച്ചാൽ ഷുഗർ ബോഡിയിലെ ഈ ബ്ലഡിലെ ഷുഗർ ഇങ്ങനെ ഹൈ ലെവലിൽ നിൽക്കുമ്പോഴേക്കും അവർ ഈ ബ്ലഡ് വെസൽസ് ഇങ്ങനെ ചെറിയ ചെറിയ ബ്ലഡ് വെസൽസ് ഇങ്ങനെ പതുക്കെ ബ്ലോക്ക് വരാൻ തുടങ്ങും. ഓരോ ഈ ഡെപ്പോസിറ്റ് വന്നിട്ട് ഈ ഷുഗർ ഇങ്ങനെ സോർബിറ്റുകളായി കൺവേർട്ട് ചെയ്യുക, അതിങ്ങനെ കുഞ്ഞ് വളരെ മൈക്രോസ്കോപ്പിക് നിരത്തിൽ സൈസിലുള്ള വളരെ കുഞ്ഞു കുഞ്ഞ് ബ്ലഡ് വെസൽസ് ഉണ്ട്, അതിങ്ങനെ പതുക്കെ ബ്ലോക്ക് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നമ്മുടെ കാലിലും കയ്യിലൊക്കെ സപ്ലൈ ചെയ്യുന്ന ഞരമ്പുകളുണ്ട്, നെർവ്സ് ഉണ്ട്, അതിനെ സപ്ലൈ ചെയ്യുന്ന വളരെ കുഞ്ഞ് ബ്ലഡ് വെസൽസ് ഉണ്ട്, വാസോറം എന്ന് അതിന് പറയുന്നത്. അതൊക്കെ ഇങ്ങനെ പതുക്കെ ബ്ലോക്കായി വരുമ്പോഴേക്കും ആ നെർവിൻ്റെ ഫംഗ്ഷൻ പതുക്കെ നഷ്ടപ്പെടാൻ തുടങ്ങും. അപ്പോൾ ഇനീഷ്യലി അവർക്ക് അതൊരു തരിപ്പ് പോലെയൊക്കെ ഫീൽ ചെയ്യും, കുറച്ച് കഴിയുമ്പോൾ അതിനെ മരയിൽ പോലെ ഫീൽ ചെയ്യും, പിന്നെ കുറച്ച് കഴിയുമ്പോൾ അത് ബലഹീനതയിലേക്ക് പോകും. ഇതിനെയാണ് ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന് പറയുന്നത്. അതായത് അതൊരു പ്രോഗ്രസീവ് ന്യൂറോ ഡിജനറേറ്റീവ് ഡിസീസ്, അതായത് ഈ ഷുഗറിൻ്റെ ഹൈ ഡയബറ്റീസിൻ്റെ ഒരു കോംപ്ലിക്കേഷനാണ് അത്. ഇങ്ങനെ സ്ലോലി നമ്മുടെ നെർവ്സ് ഇങ്ങനെ ഡാമേജ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനൊരു ചികിത്സ എന്ന് പറഞ്ഞാൽ നമുക്ക് യൂഷ്വലി ഏർലി സ്റ്റേജൊക്കെ നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് കുറേയൊക്കെ നമുക്ക് ആ പ്രോസസ്സിന് റിവേർട്ട് ചെയ്യാൻ ഒരു പരിധി വരെ നമുക്ക് റിവേർട്ട് ചെയ്യാൻ കഴിയും. അതായത് ആദ്യം നമ്മൾ സ്ട്രിക്റ്റായിട്ട് ഷുഗർ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യണം. അതിൻ്റെ കൂടെ ഇതിന് വേണ്ടിയുള്ള സ്പെസിഫിക് നെർവ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതും നെർവ്സിനെ സപ്പോർട്ടീവായിട്ട് കൊടുക്കുന്ന പല മെഡിക്കേഷൻസും നമുക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ ചില കേസുകളിലൊക്കെ ആണെങ്കിൽ എന്ന് വെച്ചാൽ അഡ്വാൻസ് കേസിലൊക്കെ ആണെങ്കിൽ അതിനെ കംപ്ലീറ്റ് ക്യൂർ ചെയ്യാൻ ഭയങ്കര പാടാണ്. കാരണം നെർവ് ഓൾറെഡി ഡാമേജ്ഡ് ആയി. നമുക്കറിയാം, ഒരു ഞരമ്പ് ഡാമേജ് ആയി, ഒരു നെർവ് ഡാമേജ് ആയി കഴിഞ്ഞാൽ അത് പെർമനൻറ്റ് ഡാമേജ് ആണ്. നമ്മുടെ നെർവിന് റീജനറേറ്റീവ് പ്രോപ്പർട്ടി ഇല്ല, അത് വീണ്ടും റിപ്പയർ ചെയ്ത് തിരിച്ചു വരാനുള്ള ഒരു പ്രോപ്പർട്ടി ഇല്ല. അതുകൊണ്ട് തന്നെ ഒരു നെർവ് ഡാമേജ് ആയി കഴിഞ്ഞാൽ അതൊരു പെർമനൻറ്റ് ഡാമേജ് ആണ്. പിന്നെ ആ ഒരു സ്റ്റേജിൽ നമുക്ക് അവർക്ക് സിംറ്റമാറ്റിക് റിലീഫ് കൊടുക്കാൻ വേണ്ടിയുള്ള ചില മെഡിസിൻസ് ഉള്ള കണ്ടീഷൻ അപ്ഗ്രേറ്റ് അല്ലെങ്കിൽ മോശമാകാതിരിക്കാൻ വേണ്ടി നമ്മൾ സ്ട്രിക്റ്റായിട്ട് ഡയബറ്റീസ് കൺട്രോൾ ചെയ്യേണ്ടത് ആവശ്യമുണ്ട്.